ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു ഇങ്ങനത്തെ ഫ്ലവർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ട മെറ്റീരിയൽസ് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഹുക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് ഏത് കളർ നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ ആ യാൺ എടുക്കാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് മാജിക് സർക്കിളാണ്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ മാജിക് സർക്കിളിനെ വേണ്ട സൈസിനാക്കി ചെറുതാക്കുക. എന്നിട്ട് മാജിക് സർക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ 10 സിംഗിൾ ക്രോഷേ ചെയ്യണം. ഇനി നമ്മൾ ഈ ആണ്ടെടുത്തിട്ട് പുള്ളി ചെയ്യണം. അപ്പം നമുക്കൊരു സർക്കിൾ പോലെ കിട്ടും. എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഫസ്റ്റ് കാണുന്ന ചെയിനിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കൊരു സർക്കിൾ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഒരു 4 ചെയിൻ ചെയ്യണം കേട്ടോ ഗൈസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കാണുന്ന ഏറ്റവും ആദ്യത്തെ ചെയിനിൽ നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യണം കേട്ടോ ഗൈസ്. നമ്മൾ ചെയ്ത ഡബിൾ ക്രോഷേൻ്റെ ഒപ്പം ഒരു ഡബിൾ ക്രോഷേയും സെയിം സ്റ്റിച്ചിൽ ചെയ്യണം. നമുക്ക് 3 ലൂപ്സ് കിട്ടും. എന്നിട്ട് വീണ്ടും ഒരു ഡബിൾ ക്രോഷേ സെയിം സ്റ്റിച്ചിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ലൂപ്പ് കിട്ടും. 4 ലൂപ്പ് കിട്ടിയാൽ അടുത്ത ചെയിനിൽ പോയിട്ട് നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്യണം. അങ്ങനെ ഡബിൾ ക്രോഷേ ചെയ്താൽ നമുക്ക് ഒരു 5 ലൂപ്പ് കിട്ടും. വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യണം. എന്നിട്ട് ആക്കുമ്പോൾ നമുക്കൊരു 6 ലൂപ്പ് കിട്ടും. പിന്നെ ഗൈസ്, ഇനി വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യണം. സെയിം സ്റ്റിച്ചിൽ തന്നെ കേട്ടോ ഗൈസ്. ഡബിൾ ക്രോഷേ ചെയ്യുമ്പോൾ നമുക്ക് 7 ലൂപ്പ് കിട്ടും. 7 ലൂപ്പ് കിട്ടിയാൽ നമ്മൾ ഫുൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ചും ഒരു ചെയിനും ഇടണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പഫ് പോലെ കിട്ടും കേട്ടോ ഗൈസ്, കണ്ട. എന്നിട്ട് ഒരു ചെയിൻ ഇടുക. എന്നിട്ട് നമുക്ക് 4 ചെയിൻ ആവശ്യമാണ്. എന്നിട്ട് നമ്മൾ ലാസ്റ്റത്തെ സെയിം സ്റ്റിച്ചിൽ പോയിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം കേട്ടോ ഗൈസ്. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടാൽ നമുക്ക് ഇങ്ങനെ പഫ് പോലെ കിട്ടും. എന്നിട്ട് അടുത്ത പെറ്റൽസ് ഉണ്ടാക്കാൻ നമ്മൾ വീണ്ടും 4 ചെയിൻ അതും തന്നെ കണ്ടിന്യൂ ചെയ്യണം. എന്നിട്ട് വീണ്ടും ഒരു ഡബിൾ ക്രോഷേ അടുത്ത ചെയിനിൽ ചെയ്യണം കേട്ടോ ഗൈസ്. അടുത്ത ചെയിനിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്യണം. ഇനിയൊരു ഡബിൾ ക്രോഷയും കൂടി ചെയ്യുമ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. കണ്ട ഗൈസ്, വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യുക. അപ്പോൾ നമുക്ക് 4 കിട്ടും. 4 കിട്ടുമ്പോൾ നമ്മൾ അടുത്ത ചെയിനിൽ, അതിൻ്റെ ഏറ്റവും അടുത്ത ചെയിനിൽ പോയിട്ട് നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 5 ലൂപ്പ് കിട്ടും കേട്ടോ ഗൈസ്. നിങ്ങൾ എണ്ണ നോക്കണം, തെറ്റിയ എല്ലാതും പോയി. പിന്നെ വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യുക. അപ്പോൾ നമുക്ക് 6 കിട്ടും. വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും കേട്ടോ ഗൈസ്. 7 കിട്ടിയാൽ പിന്നെ ഫുൾ സ്ലിപ്പ് സ്റ്റിച്ചാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താൽ ഒരു 4 ചെയിൻ ഇടണം കേട്ടോ ഗൈസ്. 4 ചെയിൻ ഇടുക. പിന്നെ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പഫ് പോലെ കിട്ടുക. 4 ചെയിന് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം കേട്ടോ ഗൈസ്. ഇങ്ങനെ തന്നെ ഗൈസ്, കാണുന്ന എല്ലാ ചെയിനിലും റിപ്പീറ്റായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ലൂപ്സിൻ്റെ എണ്ണം തെറ്റരുത്. തെറ്റിയാൽ നമ്മുടെ ഫ്ലവറൊക്കെ കൊള്ളാകും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക തുടർച്ചയായിട്ട്. അപ്പോൾ നമുക്കൊരു പൂവിൻ്റെ ഷേപ്പ് കിട്ടും കേട്ടോ ഗൈസ്. ഇനി ഗൈസ്, നേരത്തെ പോലെ തന്നെ 4 ചെയിൻ ഇടുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ലാസ്റ്റത്തെ പെറ്റലാകുമ്പോൾ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ ഷേപ്പ് കിട്ടും, കണ്ട ഗൈസ്. പിന്നെ നമ്മുടെ പൂവ് ഇങ്ങനെ അമർന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. ബാക്കിൽ നിന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നല്ല പഫ് പോലെ ഇരിക്കുമല്ലോ കേട്ടോ ഗൈസ് നമ്മുടെ ഫ്ലവർ. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. പിന്നെ അതിൻ്റെ നടുവിലൊരു വെള്ള സാധനം കൂടി വേണം. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് പൂവ് ചെയ്ത് കഴിയണം. ഇനി ഒരു ചെയിൻ ഇടണം കേട്ടോ ഗൈസ്. ചെയിൻ ഇട്ടിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് വലിക്കണം.
നല്ല ടൈറ്റാക്കി വലിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവിൻ്റെ നടുവിൽ വെക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ ഞാൻ എടുക്കുക. എന്നിട്ട് ആ യാണത്തിൽ നമുക്ക് ഒരു സ്ലിപ്പ് നോട്ട് ഇടണം. സ്ലിപ്പ് നോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു 4 ചെയിന് ആക്കണം കേട്ടോ ഗൈസ്. 4 ചെയിൻ ഉണ്ടാക്കിയാൽ ഏറ്റവും ഫസ്റ്റത്തെ ചെയിൻ കേട്ടോ ഗൈസ്. സൂക്ഷിച്ചൊക്കെ ഏറ്റവും ഫസ്റ്റത്തെ ചെയിനിൽ പോയിട്ട് ഡബിൾ ക്രോഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും കേട്ടോ ഗൈസ്. എന്നിട്ട് വീണ്ടും ആ സെയിം സ്റ്റിച്ചിൽ ഇട്ടിട്ട് വീണ്ടും ഡബിൾ ക്രോഷ് ചെയ്യുക. അപ്പോൾ 3 ലൂപ്പ് കിട്ടും. വീണ്ടും ഡബിൾ ക്രോഷ് സെയിം സ്റ്റിച്ചിലിട്ടിട്ട് ചെയ്യുക. നമുക്കൊരു 4 ലൂപ്പ് കിട്ടും. വീണ്ടും സെയിം സ്റ്റിച്ചിൽ ഇട്ടിട്ട് വീണ്ടും ഒരു ഡബിൾ ക്രോഷ് ചെയ്യുക. അങ്ങനെ 7 എണ്ണം ഇതേപോലെ തന്നെ ആകുമ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം കേട്ടോ ഗൈസ്. സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. എന്നിട്ട് ഒരു ചെയിനും കൂടി ഇടുക. 3 ചെയിൻ ഉണ്ടാക്കണം. എന്നിട്ട് ഫസ്റ്റത്തെ സ്റ്റിച്ചിൽ തന്നെ സെയിം സ്റ്റിച്ചിൽ തന്നെ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം കേട്ടോ ഗൈസ്. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ യാണ് കട്ട് ചെയ്യണം. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ ഗൈസ്. എന്നിട്ട് നമ്മളത് പുള്ളി ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും. 2 ഭാഗം ഇങ്ങനെ വലിക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ കണ്ടോ, ഒരു പഫ് റൗണ്ട് പോലെ കിട്ടി കണ്ട ഗൈസ്. ഇനി നമുക്ക് അടുത്തതായി ആവശ്യമുള്ളത് ഈ പിന്നാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, കാരണം ഞാൻ പിന്നി വിളിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ഫ്ലവറിൻ്റെ നടുവിലൊരു ഓട്ട കണ്ടില്ലേ, ആ ഓട്ടേൻ്റെ ഉള്ളിൽ നമ്മൾ ഈ റൗണ്ടിൻ്റെയാണ് ഇതാക്കണം, യോജിപ്പിക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് വേറെ പീസ് ഉണ്ടാവുമല്ലോ, അത് ഇതേപോലെ തന്നെ അടിക്കാക്കണം അല്ലേ, ഇങ്ങനെ കിട്ടുന്നിട്ട് അതിൽ നിന്ന് ഇതേപോലെ തന്നെ പിന്നിനെ ഇതാക്കിയിട്ട് മുകളിലേക്ക് വലിക്കണം. കുറച്ച് ടൈറ്റ് ആയിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പൂവിൻ്റെ റൗണ്ട് അങ്ങനെ ഇങ്ങനെ ആടി കളിക്കും. അങ്ങനെ വീണ്ടും ഇതിങ്ങനെ ആക്കണം. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നല്ല ഇതായി നിന്നുണ്ട്. എന്നിട്ട് നമ്മളിതിനെ ടൈറ്റ് ചെയ്യണം കേട്ടോ. ടൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള എല്ലാ നൂലും കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇതാണ് ഫൈനൽ ആയിട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. ബൈ.